വാഷിംഗ് മെഷീൻ എല്ലാം ഇടയ്ക്ക് ഇതേപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ നിറയെ അഴുക്ക് പിടിക്കും. പിന്നെ അതിലൂടെ നമുക്ക് പല തരത്തിലുള്ള അലർജീസ് ഫോം ആവും കേട്ടോ. അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീൻ ഉള്ളവരൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കണം. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഫിൽറ്റേഴ്സ് ഒക്കെ അഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ അഴുക്ക് കണ്ട ഉള്ളിലുണ്ട്. അപ്പൊ അതിന്റെ നെറ്റ് ഒന്ന് മറച്ചിട്ടിട്ട് ഇതേപോലെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത് ഫ്രീക്വന്റ്ലി ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു മാസത്തില് ഒന്നോ രണ്ടോ തവണയൊക്കെ ചെയ്താലും നല്ലതായിരിക്കും. ഓക്കെ, ഈ ലഞ്ചിനുള്ള ചോറ് നമുക്ക് ആദ്യം വെക്കാം. അതിനുവേണ്ടി ആദ്യമേ തന്നെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അടച്ചു വെക്കാം. അത് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ ഇന്ന് മീൻകറിയാണ് കേട്ടോ. മീൻകറിയും പിന്നെ വേറൊരു റെസിപ്പിയും കൂടെ ഉണ്ട്. അതാണ് ഇന്ന് ലഞ്ചിന് ഞാൻ സ്പെഷ്യലായിട്ട് പ്രിപ്പ് ചെയ്യുന്നത്. സോ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് തക്കാളി 2 എണ്ണം അരിഞ്ഞിടാം കേട്ടോ. അതിലെ വെള്ളം വറ്റിയിട്ട് വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ കുറച്ച് അത് വഴണ്ട് വരാനുള്ള കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതിൽ മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് യോജിപ്പിക്കാനുള്ളതാണ്. അപ്പൊ അതും കൂടെ കണക്കാക്കിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് വഴണ്ട് വന്ന ശേഷം ഒന്ന് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു 2 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 സ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാ അത്ര അധികം ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ തേങ്ങ അരച്ച് വെക്കുമ്പോൾ എരിവ് കമ്മിയാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് 4 സ്പൂണൊക്കെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം. അത് ചൂടാറട്ടെ കേട്ടോ. ചൂടാറണം അത് അരച്ചെടുക്കാനായിട്ട്. ആ ഒരു സമയത്ത് നമ്മുടെ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അരി ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാൻ ചോറ് വെക്കുക കുക്കറിലായിരുന്നു. അതും ഒരു വിസിലെ കാര്യം കഴിഞ്ഞു, പെട്ടെന്ന് റെഡി ആവുകയും ചെയ്യും. പക്ഷെ ഇപ്പോൾ കളത്തിൽ വെക്കുമ്പോൾ സമയം എടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഞാൻ ഒരു അടുപ്പിലാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിനോട് എന്താ പറയാ, യൂസ്ഡ് ആയി പോയി. ഓക്കെ, കുഴപ്പമില്ല, ഇപ്പൊ അഡ്ജസ്റ്റ് ആയി. പിന്നെ നമ്മുടെ മീനിന്റെ അരപ്പൊക്കെ ചൂടായപ്പോൾ ഞാനത് അരച്ച് ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ മീൻ കറിയിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഒന്നാണ് പച്ചമുളക് കേട്ടോ. പച്ചമുളക് 2 3 നമ്മൾ നീളത്തിൽ കീറി തന്നെ ഇട്ട് കൊടുക്കണം. അതാണ് നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ വാളംപുളി മീനിൽ യൂസ് ചെയ്യുന്നത് ഞാൻ പാലക്കാട് വന്നിട്ടാണ്. ഞാൻ എന്റെ ചെറുപ്പം മുതൽ എന്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ കുടംപുളിയാണ് മീനിൽ യൂസ് ചെയ്യാന്നുള്ളതായിരുന്നു. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കുടംപുളി അവിടെ തൃശ്ശൂർ ഉണ്ടാവും. അപ്പോൾ നമ്മളത് എന്താണ് പൊട്ടിച്ച് ഉണക്കിയെടുത്ത് ഒരു ഇതിൽ അട്ടൊക്കെ ഇട്ട് അടുപ്പാണല്ലോ ഉണക്കി, എന്നിട്ട് മേലെ അട്ടൊക്കെ കെട്ടി അതിൽ കുടംപുളിയൊക്കെ ഇട്ട് ഉണക്കി നമ്മൾ കുറെ ഭരണിയിലൊക്കെ ഇട്ട് വെച്ച് പിന്നെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുന്നതാണ് ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളത്. പക്ഷെ പാലക്കാട് വന്നപ്പോൾ ഞാൻ കുടംപുളിയെ മറന്നു. ഇപ്പൊ വാളംപുളിയാണ്. സോ ഗൈസ്, നമ്മുടെ സ്റ്റോറിക്ക് അവിടെ നിൽക്കട്ടെ. അതിന് നമ്മുടെ വാളംപുളി ഒഴിച്ചതിന് ശേഷം നമ്മുടെ അരപ്പ്, അതായത് തേങ്ങയും ഇഞ്ചിയും 2 ചെറുകളിയും കൂടെ ചേർത്ത് അരച്ചിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ അയലക്കുട്ടന്മാരെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിന്ന് അയലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അയല കഷ്ണങ്ങളാക്കിയതാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് സോൾട്ടും കൂടി ഇട്ട് അത് അടച്ചു വെക്കുക. അത് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി ട്രൈ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ലഞ്ചിന് മീൻ കറിയോടൊപ്പം ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ റെസിപ്പി വരുന്നുണ്ട്, ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പൊ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻ കറി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ എണ്ണയിൽ നമ്മുടെ കോക്കനട്ട് ഓയിലിൽ നിറയെ ചെറിയ ഉള്ളി വറുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ മീൻ കറി സെറ്റ് ആയി വരും. ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുണ്ടല്ലോ, ഇതിന്റെ കൂടെ നല്ല ചോറിട്ട് കുഴച്ച് കഴിക്കും. എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയോ. ഇത് മാത്രം മതി ശരിക്കും ചോറ് കഴിക്കാനായിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. സോ ഗൈസ്, പോവാൻ സമയമായി. സീ യു അഗൈൻ. ടാറ്റാ.